ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സിമ്പിളാണെന്ന് കരുതിയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. റെസിപ്പീസ് എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൽ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇത് പലകയാണ്, കട്ടിംഗ് ബോർഡല്ല കേട്ടോ. കുറേ പേര് നമ്മുടെ റീസെൻ്റ്ലിയുള്ള കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ പലകയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചൂടെ, നിങ്ങൾ കട്ട് ചെയ്യുന്ന സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് സംഭവം, ഇത് പലകയാണ്, ഇരിക്കാൻ യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യത്തിനായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ല സുഖമാണ് കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ബൗളിലേക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ്. ഞാനിപ്പം ഈ ഒരു പലക വാങ്ങിച്ചിട്ടുള്ളത് തന്നെ കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യത്തിനായിട്ട് തന്നെയാണ്. നല്ല സുഖമാണ്, ഇതിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴും ബൗളിലേക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ്. അപ്പം നമ്മുടെ പലക കട്ടിംഗ് ബോർഡിൻ്റെ ഉപയോഗം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫ്ലോപ്പായെന്ന് പറഞ്ഞുതരാം. ഞാനൊരു 3 മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, ഇനി ഒരു തക്കാളി അരിഞ്ഞ് വെക്കുക. അതുപോലെ നമ്മൾക്ക് ഇത് കളർഫുൾ ആവാൻ എന്തൊക്കെയോ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ട കുറവും ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടുതലും ആവുമ്പം നമുക്ക് മുട്ട മറിച്ചിടുന്ന സമയത്ത് അല്ലെങ്കിൽ മുട്ട റോൾ ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും മുട്ട കുറവെടുക്കരുത്. 3 മുട്ടയിലേക്ക് ഇത്രയും സവോളയും തക്കാളിയും ഒന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. സവോള ഒരു 1/2 കഷ്ണം സവോളയൊക്കെ മതി കേട്ടോ. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബ്രെഡ് ഒന്നങ്ങോട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഇവിടെയൊക്കെ നല്ല നോർമലായിട്ട് തന്നെ പോകുന്നത്. ഞാൻ ബട്ടറിന് പകരം നെയ്യാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബ്രെഡ് തിരിച്ചു മറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള ബ്രെഡ് അതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പൊടിയായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഒന്നങ്ങോട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ബ്രെഡിലാണ് നമ്മളിപ്പം ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. കുറേ മുട്ടയും കുറച്ച് സവോളയും ചേർത്ത് കൊടുക്കുക. അല്ലാണ്ട് കൂടുതൽ സവോളയും തക്കാളിയും പിന്നെ കുറച്ച് മുട്ടയാകുമ്പോൾ നമുക്ക് ഓംലെറ്റ് ശരിക്കും പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ഇതാ കണ്ടോ, നമ്മൾ ആ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെയാണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, നമ്മൾ സാധാരണ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് സവോളയും തക്കാളിയൊക്കെ ചേർത്തു. അതാണ് പ്രശ്നമായത്. അപ്പം ഇതിൽ കുറച്ച് കൂടുതലാണ് സവോള. അപ്പോൾ ഇത്രയും വേണ്ട, നമ്മൾ തിരിച്ചിടുമ്പോൾ കുറച്ച് കനം കൂടുമ്പം അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് നന്നായിട്ട് കുക്കായിട്ടുമില്ല, ഇനി തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ ചില സമയത്ത് ഭയങ്കര ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പം നല്ല സിമ്പിളായിട്ടുള്ള സംഭവമാണ് പോലും ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോകും. കണ്ടോ, സാധാരണ ഞാൻ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഇതെന്തോ ആ പാനിൻ്റെ സ്പാറ്റില അടിയിൽ പിടിച്ചുപോയി. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മുട്ട കൊണ്ട് കുക്കായിട്ടുമില്ല. അപ്പം അത് കാണുമ്പോഴേ മനസ്സിലാവും ഒന്നുകൂടെ കുക്കാവാറുണ്ട്. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു, ബ്രെഡ് അതിന് മുകളിൽ വെച്ചാൽ മതി. ഞാൻ ഭയങ്കര കെയർലെസ് ആയിപ്പോയി. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തപ്പം അതൊന്നാകെ പൊട്ടിപ്പോയി. ഞാനപ്പം ഓംലെറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓംലെറ്റ് ആക്കി അങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുകയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മക്കൾക്ക് അത് ചീസൊക്കെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ആ മുട്ട ഫ്രൈ ആക്കിയത് വെച്ചിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസും വെച്ചു. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി കൊടുത്തു. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് നമ്മളടുത്ത് ഇവിടെ ഇതുണ്ടല്ലോ, ടോസ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തു. എന്നിട്ട് മുട്ട നമ്മൾ ഓംലെറ്റ് ആക്കിയത് വെച്ച് കൊടുത്തു. 2 ബ്രെഡിൻ്റെ മുകളിലും വെച്ച് കൊടുത്തു. എന്നിട്ട് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തു. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു ചിന്ത വന്നത് കേട്ടോ. കാരണം നമ്മൾ ഒന്ന് ഫ്ലോപ്പ് ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ആകെ ഡെസ്പാവുമല്ലോ.
എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ടോസ്റ്ററിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് വേറൊരു എന്താ പറയുക, ഓംലെറ്റ് സാൻഡ്വിച്ചോ അങ്ങനെ അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ചോ ഒക്കെ ആയി. ഇത് നോർമലായിട്ടുള്ളൊരു സാൻഡ്വിച്ച് തന്നെയാണ്. എന്നാലും നമ്മളത് ഫ്ലോപ്പായി പോയപ്പം ആ ഒരു സങ്കടം മാറാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് ആക്കിയെടുത്താണ്. ചീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷനൊക്കെ കൊടുത്തു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. എന്നാലും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോയി. ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയുമ്പം മുകളിൽ മുട്ടയായിരിക്കും കാണുന്നത്, അകത്ത് ആയിരിക്കും ബ്രെഡ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ ഇപ്പം ഓംലെറ്റ് സാൻഡ്വിച്ച് ആക്കി. അപ്പോൾ ഇതാ നല്ല രസമില്ലേ കാണാൻ, നല്ല ചീസി സാൻഡ്വിച്ചാണ്. അപ്പം ഒരെണ്ണം ഫ്ലോപ്പായി പോയാൽ അത് വേറെ ഒന്നും ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പം ഒരു ദിവസത്തെ വിശേഷങ്ങളാണത്. ഒരു ദിവസം ഡിന്നറിന് ഞാൻ ട്രൈ ചെയ്തതാണത്. അവിടെ വേറെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇതും സംഭവം പൊളിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബ്രെഡ് ഓംലെറ്റ് അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വേറെ ദിവസം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ഞാനിതിപ്പം വീഡിയോയിൽ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വ്ളോഗിനകത്ത് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. പക്ഷേ പിന്നീടാണ് രണ്ടാമത്തെ റെസിപ്പി ഉണ്ടാക്കിയപ്പോഴും എനിക്ക് വീണ്ടും അബദ്ധം പറ്റിയത്. ഇത് വേറൊരു ദിവസം ഡിന്നറിന് ഉണ്ടാക്കിയതാട്ടോ. അപ്പം അതും അബദ്ധം പറ്റി. പക്ഷെ അത് നമ്മൾ വീണ്ടെടുത്തു. അതെന്താണെന്ന് കാണിച്ചു തരാം. ആദ്യം സോയ സോസും കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ചിക്കനിൽ. കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പിസ്സ, ബർഗർ അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണത്. അപ്പം പാന് ചൂടാക്കിയിട്ട് ആദ്യം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ഞാൻ ഇതും ഒരു ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സംഭവമാക്കിയിട്ട് ഒരു പുതിയ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. അതും ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു സംഭവം മറന്നുപോയി. ഇതിൽ ആക്ച്വലി ഒരു സംഭവം മറന്നുപോയതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റെസിപ്പീസിലും എനിക്ക് വന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് വന്നു. പിന്നെ ഒരെണ്ണം ഭയങ്കര കെയർലെസ് ആയിട്ട് ചെയ്തത്, എന്താ പറയുക, ശ്രദ്ധിക്കാണ്ട് വേഗം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചു. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഉണ്ടല്ലോ, ആ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും മാറ്റി വെക്കണം. 2 ബാച്ചായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ചിക്കനും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു പിസ്സ ലാവ എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാൻ വിചാരിച്ചത്. നമ്മൾ ചിക്കൻ ലാവ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ബ്രെഡ് പിസ്സയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിസ്സ ലാവയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. അതിൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ആ ഒരു റെസിപ്പി ഫ്ലോപ്പായിപ്പോയി. അതാണ് സംഭവം. അപ്പോൾ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഇവിടെ ബ്രൊക്കോളി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ആ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ബ്രൊക്കോളിയിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഫ്രൈ ആക്കി മാറ്റി വയ്ക്കുക പ്ലേറ്റിലോട്ട്. ബ്രൊക്കോളി മസ്റ്റൊന്നുമല്ല കേട്ടോ ഈ റെസിപ്പിയിലോട്ട്. അതുപോലെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും ഫ്ലോപ്പ് ആവാണ്ടിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ആദ്യം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി. നമ്മൾക്കൊരു ക്രീം ഉണ്ടാക്കാനുണ്ട്. എന്നിട്ട് അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുത്തു, ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ക്രീമി പാസ്ത ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലത്തെ ആ ഒരു വൈറ്റ് സോസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ക്രീം തന്നെ മതി കേട്ടോ. അതായത് നമ്മൾ പാസ്തയിലൊക്കെ വൈറ്റ് സോസ് ഉണ്ടാക്കൂലേ, ആ ഒരു സോസ് തന്നെ മതി. ഞാനിപ്പോൾ ഇനി ക്രീം ഇവിടെ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സോയ് സോസും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്, 2 ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം നമുക്കിത് 2 കളർ സോസ് ആക്കി എടുക്കാനുണ്ട്. ഒന്ന് വൈറ്റ് സോസും ഒന്നിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടെ, 2 സോസിലും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് വേണം. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഹോം മെയ്ഡ് മൊസറല്ല ചീസാണ്. ഇത് എനിക്ക് നമ്മുടെ ഒരു വ്യൂവർ അയച്ചു തന്നതാണ്. അവരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മൊസറല്ല ചീസാണ്. അപ്പം അതിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതിനനുസരിച്ച് അവർ ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടാക്കി തരും. വേറെ ഒന്നും ചേർക്കാത്ത ആഡ് ചെയ്യാത്ത ഹോം മെയ്ഡ് ആയിട്ടുള്ള മൊസറല്ല ചീസാട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. നല്ലതാണ്. ഞാൻ എന്താ പറയുക, ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ നല്ല പൊടിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പൊടിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട, കുറച്ച് വലിയ നമ്മൾ ക്യാബേജൊക്കെ അരിയുന്ന പോലെ കുറച്ചുകൂടെ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. എന്നാലേ നമ്മൾക്ക് ആ ഒരു ചീസി ടെക്സ്ചറാണ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളെല്ലാതും ഫ്രൈ ചെയ്തിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമ്മളതൊന്ന് സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പാനിലോട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് സോസ് ഉണ്ട്, ആ വൈറ്റ് സോസിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതിന് മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുള്ള ആ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. പാൻ ഇപ്പോഴും നമ്മൾ ഫ്ലെയിം ഇപ്പോഴും ഓൺ ചെയ്തിട്ടില്ല, പാനൊന്നും ചൂടായിട്ടേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ ആദ്യം ബ്രെഡ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. ഈ സോസ് ഒഴിച്ച പാട് ബ്രെഡ് ലെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക്. ഞാൻ കെയർലെസ് ആയിട്ട് അറിയാണ്ട് വിട്ടുപോയതാണ്. അപ്പം ഫ്രഞ്ച് ഫ്രൈസും ഇതൊക്കെ വെച്ച ശേഷമാണ് ഞാനത് ഓർത്ത് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടില്ല എന്ന്, ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രെഡ് വെക്കാൻ വിട്ടുപോയതാണ്. അപ്പം ഇങ്ങനത്തെ പണി നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ ബ്രക്കോളി ഫ്രൈ ചെയ്തത്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ വീണ്ടും സോസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആ ബ്രെഡ് വെക്കാത്തതുകൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ മൊസറല്ല ചീസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ചിക്കൻ, ബ്രക്കോളി പിന്നെ ഞാൻ ഒരൊറ്റ ലെയർ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് എല്ലാം വെച്ചു. പിന്നെ നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 2 ടൈപ്പ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരു ബേസ് ഇല്ല, അതാണ് പ്രശ്നം. ഒരു ബേസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പാനിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റാമായിരുന്നു. ബേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം, പ്ലേറ്റിലോട്ടൊന്നും സെർവ് ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെ വെക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടോ, ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ പിസ്സയും വേണം, ബ്രെഡ് പിസ്സ ടൈപ്പും വേണം, അതുപോലെ ചിക്കൻ ലാവയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ കുറവ് ഉണ്ടായിരുന്നു, അല്ലാഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പ്ലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളൂ, ടേസ്റ്റിലൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അടുത്തത് നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഒന്നാകെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ അതുപോലെ ക്രഷ്ഡ് ചില്ലിയും കൂടി സ്പ്രെഡ് ചെയ്തു. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഈ ചീസ് മെൽറ്റ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇതിൽ 2 മിസ്റ്റേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് വലിയ ഇതിൽ ഗ്രേറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിങ്ങനെ വലിയുന്ന നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇത് നല്ല പൊടിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. രണ്ടാമതായിട്ടുള്ള നമ്മൾ മെയിൻ മിസ്റ്റേക്ക് തന്നെ, അടിയിൽ ഒരു ലെയർ ഇല്ല, ഒരു ബേസ് ഇല്ല. ആ ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ക്രീമൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മളിപ്പം ബ്രെഡ് വെക്കുമായിരുന്നെങ്കിൽ, ഒരു ചെറിയൊരു ലെയറായിട്ട് ബ്രെഡ് വെക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പാനിൽ നിന്ന് എടുത്ത് മാറ്റാനും പറ്റുമായിരുന്നു കേട്ടോ, പ്ലേറ്റിലോട്ടൊക്കെ മാറ്റാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ലാവ എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി. അതിൽ ബ്രെഡ് വെക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് ബ്രെഡിൻ്റെ മുകളിൽ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ലോഡഡ് ഫ്രൈസ്, ലോഡഡ് ചിക്കൻ ഫ്രൈസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെയും അതുപോലെ ചിക്കൻ ലാവയുടെയും ഒക്കെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ പ്ലേറ്റ് ചെയ്യുന്നത് അതാ ഇങ്ങനെയാണ്. പ്ലേറ്റിൽ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു സംഭവം വെച്ച് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു സംഭവം അവിടെ ഫ്ലോപ്പ് ആയാൽ ഏകദേശം അതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടും കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിൽ ഒരു ചേഞ്ചും ഇല്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചെറിയ ചെറിയ ഫ്ലോപ്സ്, അതുപോലെ നമ്മൾ ഓവർ കോൺഫിഡൻസിൽ ചില സംഭവങ്ങൾ ചെയ്യുമല്ലോ, നല്ല സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് കെയർലെസ് ആയിട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഡിന്നറിന് ഇതേപോലെ ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് ചിക്കൻ മതി ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.